Hi guys, welcome to Betty Vlogs. അപ്പോൾ ടുഡേയ്സ് ദിവാലി സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ ഭംഗിയായിട്ടൊരു വ്ളോഗ് എടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കാര്യമായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ പോലെ തന്നെ എല്ലാം തുടങ്ങി വെക്കാനുള്ള ഇൻട്രസ്റ്റ് എനിക്കുള്ളൂ. ഇത് മര്യാദയ്ക്ക് മുന്നോട്ട് പോയില്ല ഗൈസ്. പിന്നെ ഒരു ദീപാവലി വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയതല്ലെങ്കിലും മമ്മിയുടെ ഒരു ടോപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് ഗൈസ്. ഇന്ന് ദീപാവലി അല്ല, ദീപാവലിയുടെ തലേദിവസമാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫെസ്റ്റിവൽ ആണ് ദീപാവലി. കാര്യം നമ്മൾ നോർത്തിലൊന്നും അല്ലെങ്കിലും എനിക്ക് അതുപോലെ ആഘോഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ സ്വീറ്റ്സ്, ക്രാക്കേഴ്സ്, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം. അപ്പം ഞാൻ ദീപാവലി ആകുമ്പോൾ മിക്കപ്പോഴും വിചാരിക്കാറുണ്ട് വല്ല തമിഴ്നാട്ടിലോ നോർത്തിലൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രസമായേനെന്ന്. അതുപോലെയൊക്കെ തന്നെയാണ് മറ്റേ നവരാത്രി ആ സംഭവങ്ങളൊക്കെ. നോൺ വെജ് കിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ വൈബ് അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ ഡാഡി ചെന്നൈയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ചെന്നൈ അല്ല, കരൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹി ഗോട്ട് ജാസ്മിൻ ഫ്ലവേഴ്സ് ഫ്രോം തമിഴ്നാട്. അപ്പോൾ വീടൊക്കെ ഞാൻ ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് കുറച്ച് ഗസ്റ്റ്സ് വരാനുണ്ട്. എനിക്ക് പോയിട്ട് സാമ്പാർ വെക്കാനുണ്ട്. സമയം 12 മണിയായി ഗൈസ്. അപ്പോൾ ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ച് അടുക്കളയിലോട്ട് പോട്ടെ. ഇപ്പം മുല്ലപ്പൂവിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് കളർഫുൾ റോസസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. ദിവാലി സ്വീറ്റ്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ഡാഡി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പെട്ടികൾ. എല്ലാത്തിൽ നിന്ന് ഞാൻ ഓരോന്ന് ടേസ്റ്റ് ചെയ്തു. ഇതൊരു വെറൈറ്റി സംഭവമായിരുന്നു, ഒരു റോസ് മിൽക്ക് റോസ് വാട്ടർ ടേസ്റ്റ് ഒക്കെ വരുന്നത്. ഇത് ബാദുഷയ്ക്കകത്ത് ഫില്ലിങ്സ് ഒക്കെ വെച്ചൊരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാ സ്വീറ്റും കുറേശ്ശെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ കാജുവിൻ്റെ പല വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഇഷ്ടമാണെങ്കിലും എൻ്റെ ഫേവറേറ്റ് പേട ടൈപ്പും ബാദുഷയൊക്കെയാണ്. ഞാനൊരു വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ആക്ച്വൽ റെസിപ്പിയൊക്കെ ഞാൻ മറന്നുപോയെങ്കിലും ഓർമ്മയുള്ള പോലെ ഞാൻ ഉണ്ടാക്കുവാണ്. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നിയെങ്കിലും ഡാഡിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഗൈസ്. ജാൻമണി പ്രഭു ചുണ്ട് കാണിച്ച്. പ്രഭു എൻ്റെ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ജാൻമണിയെ പോലെ ആയിട്ട് അതാ കണ്ട്. അങ്ങനെ അന്നൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടി ഒരുപാട് സാധനങ്ങളായിട്ട് വന്നു. ഞങ്ങളുടേതൊരു ഡയബറ്റിക് ഫ്രണ്ട്ലി ഫാമിലി ആയതുകൊണ്ട് കുറച്ചൊക്കെ സ്വീറ്റ്സ് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു വിട്ടു. എങ്കിലും എടുത്തു വെച്ചിരിക്കുന്ന സ്വീറ്റ്സ് കുറേ ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണെങ്കിലും 4 തരം കഴിക്കുന്നുണ്ട്. ഇവരൊക്കെ മമ്മിയുടെ കസിൻസ് ആണ്. പിന്നെ ഇത് പ്രഭുവിൻ്റെ അപ്പൂപ്പൻ, അമ്മുമ്മ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ ടെറസിൽ പോയി. ഹായ് ഗൈസ്, ഡാഡി എറിവെടുക്ക എറിയാൻ പോവാ. ഫ്ലോപ്പ്. ഓ ടെറസിൽ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു. ഓൾസോ ക്യാമറ കുഡിൻ ക്യാപ്ചർ ഇറ്റ്. നമുക്ക് ത്രൂ ഔട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂത്തിരിയും പൊങ്ങിപ്പോണ സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ദീപാവലിയുടെ തലേ ദിവസമാണ്. ഭാഗ്യത്തിന് മഴ പെയ്തില്ല, അതുകൊണ്ട് ചുറ്റും വെടിക്കെട്ടും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. വാങ്ങിയതിൽ നമ്മൾ 1-2 ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ വാങ്ങിയതൊക്കെ ഒന്ന് കത്തി വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു തറച്ചക്രം കറങ്ങി പൊട്ടുകയും ചെയ്തു ഗൈസ്. എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ അടുത്ത ദിവസം ദീപാവലിക്ക് ആകാശ് വന്നിട്ട് പൊട്ടിക്കാനായിട്ട് കുറച്ച് പടക്കം ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കമ്പിത്തിരി മാത്രമേ ഉള്ളൂ ഗൈസ്, പിന്നെ ഒരു പൂത്തിരി എങ്ങാനും. പക്ഷെ അതും പറ്റിയില്ല, ബിക്കോസ് ദീപാവലിയുടെ അന്ന് വൈകുന്നേരം തൊട്ട് നല്ല മഴയായിരുന്നു. സോ ദിസ് വാസ് ആർ ചോട്ടി ദിവാലി. അപ്പോൾ ദീപാവലിയുടെ ദിവസം ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വ്ളോഗ് എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും മൂടുണ്ടായിരുന്നില്ല. ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഈവനിങ് ആയപ്പോൾ കനകക്കുന്ന് പാലസിൽ പോകാനിരുന്ന ഞങ്ങൾ പ്ലാൻ തെറ്റി മഴ പെയ്തപ്പോൾ ലുലു മോളിലെത്തി ഗൈസ്. ലുലു മോളിലും പിന്നെ ഒന്ന് രണ്ട് കടയിലൊക്കെ വെറുതെ കയറി ഇറങ്ങി. പിന്നെ മിനിസോയിൽ ഒന്ന് കയറി, ഫാഷൻ സ്റ്റോറിൽ കയറി, എല്ലായിടത്തും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോയി. അത്യാവശ്യം വിശന്നിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വേഗം തന്നെ ഒരു ബിരിയാണി കഴിച്ചു പാരഗണിയിൽ നിന്ന്. ഇതാണ് മൈ ബ്രദർ ആകാശ്. എന്നിട്ട് സീതാഫലിൽ നിന്ന് ഒരു ഡെസേർട്ടും കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ ഞാൻ തട്ടിക്കൂട്ടിയ ഈ ദീപാവലി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി തട്ടിക്കൂട്ടാത്ത ഏതെങ്കിലും വ്ളോഗുമായിട്ട് ഞാൻ വരാൻ നോക്കാം. അതുവരേക്കും ബൈ.